ശ്രീരാജ്, ഇപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കയറ് കെട്ടി ഈ ഹിറ്റാച്ചിയിൽ, തകർന്ന ഹിറ്റാച്ചിയിൽ കയറ് കെട്ടി അവിടെ ക്രെയിനിൽ ബന്ധിപ്പിച്ച് ഇതിനെ മാറ്റാനാണോ ഇപ്പോൾ, അങ്ങനെയാണോ ഒരു നീക്കം നടക്കുന്നത്? സേതു, അതായത് കയറ് കെട്ടി മറന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സംഘാംഗങ്ങൾക്ക്, ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകൾക്ക് താഴേക്ക് ഇറങ്ങുക എന്നത് തന്നെയാണ്. ക്രെയിനിലും അതുപോലെ തന്നെ മുകളിലത്തെ പാറയുടെ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ വടം കെട്ടിയിട്ടുണ്ട്. ഏറെ ഉറപ്പുള്ള ഭാഗത്ത് മാത്രമാണ് വടം കെട്ടി, അങ്ങനെ മാത്രമേ താഴേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ക്രെയിനിലും അതുപോലെ തന്നെ ഈ ദൗത്യ സംഘാംഗങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലത്തെ പാറയുടെ ഉറപ്പുള്ള ഭാഗത്തും വടം കെട്ടി താഴേക്ക് ഇട്ടുകൊണ്ടാണ് ഈ ആളുകൾ താഴേക്ക്, ദൗത്യ സംഘാംഗങ്ങൾ താഴേക്ക് എത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ ശ്രമകരമായ ഇപ്പോൾ 4 ആളുകളാണ്, 2 NDRF സംഘവും അതുപോലെ തന്നെ 2 RTF സംഘാംഗങ്ങളും നിലവിൽ അവിടെയുണ്ട്. അവർ കൃത്യമായി ആ പാറ കഷ്ണങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സമയം അവിടെ ചിലവഴിക്കാൻ സാധിക്കുകയില്ല. കാരണം കൂടുതൽ പാറ കഷ്ണങ്ങൾ മുകളിൽ നിന്നും വീഴാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നും എത്രയും വേഗം ആ പാറകൾ നീക്കം ചെയ്ത് ആ മൃതദേഹം കണ്ടെത്താമോ അത്രയും വേഗം അത് കണ്ടെത്തണം എന്നതായിരുന്നു അവരുടെ പ്ലാൻ, അവരുടെ ആക്ഷൻ പ്ലാൻ അങ്ങനെയായിരുന്നു. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് രാവിലെ ഈ സംഘാംഗങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അല്പസമയത്തിന് ശേഷം കുറച്ചുകൂടി ആളുകൾ ആ താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ്. അവർ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ നിൽക്കുന്നത്. നിലവിൽ 2 NDRF സംഘവും 2 RTF സംഘങ്ങളും ഈ തകർന്ന ഹിറ്റാച്ചിക്ക് മുകളിലായിട്ട് ഉണ്ട്. അവർ ഈ താരതമ്യേന ചെറിയ മനുഷ്യസാധ്യമായ തരത്തിൽ പാറകൾ അവിടെ നീക്കം ചെയ്യുകയാണ്. പൂർണ്ണമായും പാറയും മണ്ണും മൂടിയ തരത്തിലാണ് ഹിറ്റാച്ചി ഉള്ളത്. വാഹനത്തിന്റെ 90% ഇത്തരത്തിൽ മണ്ണും പാറയാൽ മൂടിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കിയാൽ മാത്രമേ ഈ വാഹനത്തിനുള്ളിലുണ്ട് എന്ന് വിലയിരുത്തുന്ന ബീഹാർ സ്വദേശിയെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ മൃതദേഹം ലഭിച്ചത് ഇപ്പോൾ ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് താഴ്ഭാഗത്ത് നിന്നുമായിരുന്നു. അപകടത്തിൽ ഈ പാറ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ ഈ ഈ ഹിറ്റാച്ചിയുടെ സഹായിയായ ആൾ തെറിച്ച് താഴെ വീണു. തുടർന്ന് അവിടെ പാറയുടെ അടിയിലായിരുന്നു അയാൾ കിടന്നിരുന്നത്. ഏകദേശം 4.5 മണിക്കൂറിന്റെ രക്ഷാദൗത്യത്തിന് ശേഷമായിരുന്നു അയാളുടെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത്. അത് കണ്ടെടുത്തത് 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ വീണ്ടും വലിയ അപകടം, പാറ പൊട്ടിയുണ്ടായ വലിയ അപകടം ഉണ്ടായി. അതിൽ നിന്നും തലനാരിക്കാണ് ഈ രക്ഷാദൗത്യ സംഘം രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്ലാനോടുകൂടി, കൂടുതൽ വിലയിരുത്തലോടുകൂടി, അതുപോലെ തന്നെ കൂടുതൽ സ്ഥലത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിലയിരുത്തലിൽ ദൗത്യ സംഘം എത്തുകയും താൽക്കാലികമായി ഇന്നലെ സന്ധ്യയോടുകൂടി രക്ഷാദൗത്യം നിർത്തിവെക്കുകയും ചെയ്തത്. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ NDRF സംഘങ്ങളും ഇവിടെ എത്തുകയും പ്രത്യേക പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവർ താഴേക്ക് ഇറങ്ങുന്നതും പാറച്ചീലുകളും പാറകളും മാറ്റി ഈ മൃതദേഹം ഈ വാഹനത്തിനുള്ളിൽ പെട്ടുപോയ ആളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതും. എന്തായാലും നിലവിൽ 4 പേർ അവരുടെ ശരീരത്തിലും ഇത്തരത്തിൽ വടം ഘടിപ്പിച്ചുകൊണ്ട് ആ പാറ കഷ്ണങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് നിലവിൽ അവിടെ ഉള്ളത്. 4 ദൗത്യ സംഘങ്ങളാണ്, 2 RTF സംഘവും 2 NDRF സംഘവും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അവരുടെ ശരീരത്തിൽ ഈ വടം ഘടിപ്പിച്ചിട്ടുണ്ട്. വടത്തിന്റെ മറുഭാഗം ഈ ക്രെയിനിലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ താഴേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രമകരമായ ദൗത്യത്തിലേക്ക്, കൂടുതൽ കഠിനമായ അപകടകരമായ സാഹചര്യത്തിലേക്കുള്ള ദൗത്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാറ ഇനിയും പൊട്ടി വീഴാനുള്ള സാഹചര്യമുണ്ട്. അവർ നിൽക്കുന്ന ഭാഗത്ത് നിറയെ പാറയും അതുപോലെ മണ്ണും അടക്കം നീക്കം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ പോലും എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലും വടം ഘടിപ്പിച്ച് തീർച്ചയായും ശ്രീരാജ് പറഞ്ഞ പോലെ അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം എത്രത്തോളം അപകടകരമായ ഒരു രീതിയിൽ നിന്നാണ് ആ സംഘം അവിടെ ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടത്തിൽ പാറയ്ക്കടിയിലുള്ള തൊഴിലാളിക്കായുള്ള തിരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. NDRFിന്റെ പ്രത്യേക പ്ലാൻ അനുസരിച്ച് ഫയർഫോഴ്സിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സും ഒക്കെ ചേർന്നാണ് ഈ പ്ലാൻ തയ്യാറാക്കിയത്. അവിടെ ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എത്ര ദുഷ്കരമാണ്. കുത്തനെയുള്ള പാറകളിലൂടെ ഊർന്നിറങ്ങുകയാണ് താഴേക്ക് ദൗത്യ സംഘം. ഹിറ്റാച്ചി കിടക്കുന്ന സ്ഥലവും ആ ഉരുളൻ പാറകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്രമേൽ ഒരു വലിയ ദൗത്യം. ശ്രീരാജ് തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ ശ്രീരാജ്, നമ്മളിപ്പോൾ ഈ ഇടക്കാലത്തായി പലവിധമായ അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അപകടങ്ങളൊക്കെ അതിജീവിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഈ ഇത്രയും വലിയ, അതായത് ഒരു കൂറ്റൻ ഒരു ക്വാറി, ആ ഒരു പാറ, അവിടേക്ക് ദൗത്യസംഘം എത്തിപ്പെടാൻ എടുക്കുന്ന ആ ശ്രമകരമായ ദൗത്യം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നമ്മൾ കാണുന്ന വലിയ ഒരു ഭീകര ദൃശ്യമാണെന്നല്ലേ? സേതു, അങ്ങനെ തന്നെയാണ്. താരതമ്യേന മറ്റ് രക്ഷാദൗത്യങ്ങളെക്കാൾ ഏറെ ശ്രമകരമായിട്ടുള്ളതും അതുപോലെ തന്നെ അപകടകരമായ ഒരു സാഹചര്യവും രക്ഷാദൗത്യവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം വലിയ താഴ്ചയാണ് ഈ പാറയിൽ നിന്നും താഴേക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് ഇറങ്ങുക എന്നത് ഏറ്റവും ശ്രമകരമായ ദൗത്യം. കൃത്യമായ ഉറപ്പില്ലാത്ത പാറകളാണ് തലയ്ക്ക് തൊട്ട് മുകളിലുള്ളത്. അവ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഏറെ ശ്രമകരവും അപകടകരവുമായ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ NDRF സംഘവും RTF സംഘവും ഏർപ്പെട്ടിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം എത്രയും വേഗം അവിടെ നിന്നും പാറക്കഷ്ണങ്ങളും നീക്കം ചെയ്യുക, വാഹനത്തിനുള്ളിൽ പെട്ടുപോയ ആളെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത്. നിലവിൽ ഈ പൊട്ടിയ ഭാഗം, ഈ വാഹനം അപകടം പറ്റി പൊട്ടിയ ഭാഗത്തിന്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്ത് വരെയും വലിയ വിള്ളൽ വീണിട്ടുള്ള സാഹചര്യമുണ്ട്. ആ ഭാഗത്ത് നിന്നുമാണ് പാറ ഇനിയും പൊട്ടാനുള്ള സാധ്യതയുള്ളതായി ഈ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ NDRF സംഘവും അടക്കമുള്ള ദൗത്യ സംഘം വിലയിരുത്തിയത്. വലിയ പാറക്കഷ്ണങ്ങൾ ഇനിയും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. മണ്ണടക്കം അവിടെ നിന്നും ഇളകി മാറിയ സാഹചര്യം. ആ മണ്ണിളകിയ ഭാഗത്തു നിന്നും കൂടുതൽ പാറ ഇന്നലെയും സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും സമഗ്രമായ എന്ന് പറയുന്നതിന് പുറമെ തന്നെ അപകടകരമായ ജീവൻ പോലും പ്രളയം വെച്ചുകൊണ്ടുള്ള ജീവൻ പോലും വലിയ ശരി, ശ്രീരാജിലേക്ക് മടങ്ങിയെത്താം. അവിടെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടത്തിൽ പാറയ്ക്കടിയിലുള്ള തൊഴിലാളിക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. വളരെ ശ്രമകരമായ, വളരെ ദുഷ്കരമായ ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. NDRFിന്റെ പ്രത്യേക പ്ലാൻ അനുസരിച്ച് കേരള ഫയർഫോഴ്സുമായി ചേർന്ന്, ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി ചേർന്നാണ് ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയത്. ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ചാണ് ആ ദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തിന് പിന്നാലെ 2 പേർ ഈ അപകടത്തിൽപ്പെടുന്നു. ഹിറ്റാച്ചിയുടെ ഡ്രൈവറും സഹായിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അവർക്ക് മുകളിലേക്കാണ് കൂറ്റൻ പാറ വന്ന് വീഴുന്നത്. 4-5 മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിൽ ഒരാളുടെ മൃതദേഹം കിട്ടുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ശ്രീരാജ് ബാബു.